നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരുന്നു. ഒരുപാട് മണ്ഡലങ്ങൾ നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. അത്തരത്തിലൊരു മണ്ഡലം പാലക്കാട് രമേശ് പിഷാരടിയാണ് സ്ഥാനാർത്ഥി. പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനവിധി തേടി ജന്മനാട്ടിലേക്ക് ഇറങ്ങുകയാണെന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി രമേശ് പിഷാരടി പങ്കുവച്ചിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജനവിധി തേടി ജന്മനാട്ടിലേക്ക്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 25 വർഷത്തിലധികമായി വേദികളിലൂടെയും ടെലിവിഷൻ, സിനിമ, മറ്റു മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് മുന്നിലെത്തിയ ആളാണ് ഞാൻ. ഇക്കാലം അത്രയും ചിന്തയും ചിരിയും ഏറ്റവും സഭ്യവും മാന്യവുമായി പങ്കുവയ്ക്കാനായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു ഉത്തരവാദിത്വവുമായി ജന്മനാടായ പാലക്കാടിന്റെ മണ്ണിലേക്ക്. സ്ഥാനാർത്ഥിയായി സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യ എന്ന മഹാരാജ്യം, മതേതര രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഒറ്റയ്ക്ക് നിലകൊണ്ട് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിനൊപ്പം അരനൂറ്റാണ്ടിലധികം കാലം കൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് അടയാളപ്പെടുത്തപ്പെട്ട കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുക. അഭിമാനം, സന്തോഷം. ഇനി പാലക്കാടുള്ള ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും തന്നെയാണ് എൻ്റെ പ്രഥമ പരിഗണന. അരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന കലാപരിപാടികളിൽ നിന്നും അർത്ഥവിരാമം. കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ വിശ്വാസങ്ങളുടെയോ ദേശത്തിൻ്റെയോ വേർതിരിവും വേദികളും ഇല്ലാത്ത സ്നേഹമാണ് ഞാൻ നിങ്ങളിൽ നിന്നും അനുഭവിച്ചത്. എനിക്ക് തന്ന സ്നേഹം തിരികെ തരാൻ കഠിന പ്രയത്നം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ പോലെ ഒപ്പം നിങ്ങളുണ്ടെന്ന വിശ്വാസത്തോടെ, സ്നേഹത്തോടെ രമേശ് പിഷാരടി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലെ പകരക്കാരനായിട്ട് രമേശ് പിഷാരടി എത്തുകയാണ്. അദ്ദേഹത്തെ പാലക്കാട് ജനത തള്ളുമോ കൊള്ളുമോ എന്ന് മെയ്യിലെ അറിയാൻ സാധിക്കുകയുള്ളൂ. മെയ് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രചരണമൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അവർ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പര്യടനം, അതുപോലെ തന്നെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടമൊക്കെ സ്ഥാനാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. 55 പേരടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യ പട്ടികയിൽ എംപിമാർ ആരുമില്ല എന്നതാണ് ശ്രദ്ധേയം. കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടാണ് ആദ്യ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. പറവൂരിൽ വി ഡി സതീശൻ, പേരാവൂരിൽ സണ്ണി ജോസഫ്, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, പാലക്കാട് രമേശ് പിഷാരടി, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, മലമ്പുഴയിൽ A സുരേഷ്, മാനന്തവാടിയിൽ ഉഷ വിജയൻ, കോവളത്ത് വിൻസെന്റ്, കൊയിലാണ്ടിയിൽ K പ്രവീൺ കുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ആദ്യ പട്ടികയിലെ മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി നോക്കാം. ഇരിക്കൂർ അഡ്വക്കേറ്റ് സജീവ് ജോസഫ്. ധർമ്മടത്ത് LDF-നായിട്ട് ഇറങ്ങുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങുന്നത് അബ്ദുൾ റഷീദാണ്. തലശ്ശേരിയിൽ KP സാജു, പേരാവൂർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മാനന്തവാടിയിൽ ഉഷ വിജയൻ, സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് T സിദ്ദിഖ്, നാദാപുരത്ത് KM അഭിജിത്ത്, കൊയിലാണ്ടി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, ബാലുശ്ശേരിയിൽ VT സൂരജ്, എലത്തൂർ വിദ്യാബാലകൃഷ്ണൻ, കോഴിക്കോട് നോർത്ത് അഡ്വക്കേറ്റ് K ജയന്ത്, നിലമ്പൂർ ആര്യടൻ ഷൗക്കത്ത്, വണ്ടൂർ AP അനിൽകുമാർ, തവനൂർ VS ജോയ്, പൊന്നാനി നൌഷാദ് അലി, തൃത്താല VT ബൽറാം, കോങ്ങാട് KA തുളസി, മലമ്പുഴ A സുരേഷ്, തരൂര് KC സുബ്രഹ്മണ്യൻ, ചിറ്റൂർ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, നെന്മാറയിൽ T തങ്കപ്പൻ, ആലത്തൂരിൽ KN ഫെബിൻ, മണലൂർ ഇറങ്ങുന്നത് TN പ്രതാപനാണ്. ഒല്ലൂർ അഡ്വക്കേറ്റ് ഷാജി J കോടങ്കണ്ടത്ത്, തൃശ്ശൂർ രാജൻ J പല്ലൻ, അതുപോലെ തന്നെ നാട്ടികയിൽ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, കയ്പമംഗലത്ത് TM നാസർ, പുതുക്കാട് KM ബാബുരാജ്, ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ്, കൊടുങ്ങല്ലൂർ OJ ജനീഷ്, അങ്കമാലിയിൽ റോജി M ജോൺ, ആലുവയിൽ അൻവർ സാദത്ത്, പറവൂർ VD സതീശൻ, എറണാകുളം TJ വിനോദ്, തൃക്കാക്കര ഉമാ തോമസ്, കുന്നത്തുനാട് VP സജീന്ദ്രൻ, മൂവാറ്റുപുഴയിൽ ഡോക്ടർ മാത്യു കുഴൽനാടൻ, വൈക്കത്ത് K ബിനിമോൻ, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അരൂര് ഷാനിമോൾ ഉസ്മാൻ, ചേർത്തലയിൽ KR രാജേന്ദ്ര പ്രസാദ്, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, മാവേലിക്കര അഡ്വക്കേറ്റ് മുക്താർ രാജ്, കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, കൊട്ടാരക്കരയിൽ അഡ്വക്കേറ്റ് P ഐഷ പോറ്റി, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല, കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, കൊല്ലത്ത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ചാത്തന്നൂർ സൂരജ് രവി, ചിറയൻകീഴ് രമ്യ ഹരിദാസ്. ഇങ്ങനെയാണ് 55ഓളം പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഇനിയും കുറച്ച് മണ്ഡലങ്ങളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പാലക്കാട് നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പകരക്കാരനായി ഒരാൾ എത്തുമ്പോൾ പാലക്കാട് ജനത അത് കൈനീട്ടി സ്വീകരിക്കുമോ എന്നതൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഈ രമേശ് പിഷാരടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയുണ്ടോ, എന്താണ് രാഹുലിൻ്റെ ഒരു പ്രതികരണം എന്നതും നിർണായകമാണ്. നമുക്കറിയാം, രാഹുൽ പറഞ്ഞിരുന്നു പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്തായാലും പാർട്ടി അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം നൽകിയിട്ടില്ല. എന്തായാലും സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ താനില്ല എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ
വ്യക്തമാക്കിയതുമാണ്. നേരത്തെ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് നടൻ രമേശ് പിഷാരടി ആയിരിക്കും എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സമയത്ത് തന്നെ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചിരുന്നു രമേശ് പിഷാരടി. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം ആരും പറഞ്ഞിട്ടില്ല എന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു രമേശ് പിഷാരടിയുടെ അന്നത്തെ പ്രതികരണം. സീറ്റ് കിട്ടിയില്ലെങ്കിലും പരാതിയില്ല, പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യവും അനുഗ്രഹവുമാണ്. കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. എല്ലാ തിരഞ്ഞെടുപ്പിലും തന്റെ പേര് സാമൂഹ്യ മാധ്യമത്തിൽ ഉയർന്നു വരാറുണ്ട്. തന്നെ നേതാക്കളാരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, പറ്റുന്ന മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് പോകുമെന്നായിരുന്നു രമേശിന്റെ അന്നത്തെ നിലപാട്. എന്തായാലും രമേശിനെ പാർട്ടി പരിഗണിച്ചിരിക്കുന്നു, സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നു. അതും പാലക്കാട് തന്നെ രമേശിനെ ഇറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ പാലക്കാട് എന്നല്ല, എവിടെ മത്സരിക്കാൻ അവസരം കിട്ടിയാലും അത് അംഗീകാരമാണ് എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ നിലപാട്. മത്സരിക്കാൻ നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും താൻ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന നിലപാട് സ്വീകരിച്ച നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും രമേശ് പിഷാരടിയുടെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. രാഹുൽ നേടിയൊരു വിജയമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ. ആ ഒരു കടമ്പ കടക്കാൻ രമേശ് പിഷാരടിക്ക് സാധിക്കുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം പാലക്കാട് BJP, ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. പാലക്കാട് BJPയോട് അല്പം കൂറ് കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. അത്തരത്തിലൊരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇനി കോൺഗ്രസിൻ്റെ ഭാവി? കോൺഗ്രസിന് സീറ്റ് നിലനിർത്താൻ സാധിക്കുമോ, അതോ BJP മേൽക്കൈ നേടുമോ? BJP ഒരു സീറ്റ് എടുക്കുമോ എന്ന ചോദ്യം നിലവിൽ ശക്തമാണ്. ശോഭാ സുരേന്ദ്രൻ മറുവശത്ത് ശക്തയായ ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ പാലക്കാട് ജനത ആർക്കൊപ്പം ഇനി നിൽക്കുമെന്നതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. എന്തായാലും പ്രചാരണമൊക്കെ ശക്തമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പോരാട്ടം മുറുകുകയാണ്. പാലക്കാട് ഒരു കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.